വിവേകത്തോടെ സംസാരിക്കാനും ദൈവദാനങ്ങൾക്കൊത്തവിധം ചിന്തിക്കാനും ദൈവം എന്നെ അനുഗ്രഹിക്കട്ടെ. അവിടുന്നാണ് ജ്ഞാനത്തെപ്പോലും നയിക്കുന്നതും ജ്ഞാനിയെ തിരുത്തുന്നതും. ഇത് ജ്ഞാനപുസ്തകത്തിനുള്ള വായന 7-ാം അധ്യായം 15-ാം തിരുവചനം. ഭാരതീയ പാരമ്പര്യങ്ങളിൽ 3 മാർഗങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ 3 മാർഗങ്ങളും ഒരേ അനുപാതത്തിൽ നിലനിൽക്കുന്നവരെയാണ് യഥാർത്ഥ മനുഷ്യർ അഥവാ ഉത്തമ മനുഷ്യർ എന്ന് വിളിക്കുന്നത്. ജ്ഞാനമാർഗം, ഭക്തിമാർഗം, കർമ്മമാർഗം. ഈ 3 മാർഗങ്ങളും അമ്മ മറിയത്തിൽ വേണ്ടുവോളം ഉണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കാം മറിയത്തെ കവികൾ ചിതൽ കുത്താത്ത പൂമരം എന്ന് വിശേഷിപ്പിക്കാൻ ഇഷ്ടപ്പെടുന്നത്. മറിയത്തിൻ്റെ ജ്ഞാനത്തെക്കുറിച്ച് ഈ അധ്യായത്തിൽ പരിചയപ്പെടാം. നന്നേ ചെറുപ്പത്തിൽ തന്നെ യോവാക്കീം അന്നായും മറിയത്തെ ജ്ഞാനമാർഗത്തിൽ വളരാൻ പരിശീലിപ്പിച്ചിരുന്നു. വേദം വായിക്കാനും വേദങ്ങളിലെ പൊരുൾ കണ്ടെത്താനും ജിജ്ഞാസയുള്ള കൗമാരമായിരുന്നു മറിയത്തിൻ്റേത്. ആടുകളെ മേയ്ക്കാൻ പോകുന്ന വഴിയിലും അവൾ ജ്ഞാനം നേടാനുള്ള മാർഗങ്ങൾ കണ്ടെത്തുകയും ജ്ഞാനത്തിനാവശ്യമായ പുസ്തകങ്ങൾ ശേഖരിച്ച് അവയിൽ നിന്ന് അമൂല്യമായത് ഹൃദയത്തിൽ സ്വായത്തമാക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ജ്ഞാനമാർഗത്തിൽ ചരിച്ചതുകൊണ്ടാണ് അവൾക്ക് സ്തോത്രഗീതം ആലപിക്കാനായത്. അത് വെറും ഒരു പെണ്ണിൻ്റെ ജൽപ്പനമായെന്നും ആരും തെറ്റിദ്ധരിക്കരുത്. പഴയ നിയമത്തെക്കുറിച്ചും സങ്കീർത്തനങ്ങളെക്കുറിച്ചും ആവശ്യത്തിലധികം ജ്ഞാനം ഉള്ളവർക്ക് മാത്രമേ അങ്ങനെയൊരു സ്തോത്രഗീതം ആലപിക്കാനാവൂ. അവൾ തൻ്റെ മകനെയും പരിശീലിപ്പിച്ചിരുന്നത് ജ്ഞാനമാർഗം തന്നെയാണ്. ഉണരുമ്പോഴും ഉറങ്ങുമ്പോഴും സങ്കീർത്തനങ്ങൾ ഉച്ചരിക്കാനും ജീവിതത്തിൽ നിർണായക സന്ധ്യകളിലെല്ലാം സങ്കീർത്തനം ഉച്ചരിക്കാനും അവൾ മകനെ പരിശീലിപ്പിച്ചിരുന്നു. ഈ പരിശീലനമാണ് മിശിഹ ക്രൂശിൽ കിടന്നപ്പോഴും ആവർത്തിക്കുന്നത്. അവൾ പഠിപ്പിച്ചിരുന്ന പ്രാർത്ഥന ചൊല്ലിയാണ് അവൻ അരങ്ങൊഴിഞ്ഞത്. പിതാവേ, നിൻ്റെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. ഈ അവസാന മൊഴികൾ ജ്ഞാനത്തിൻ്റെ മുദ്രയാണ്. മറിയത്തെ ചേർത്ത് പിടിക്കുന്നവർക്കും മറിയം ഇതേ ജ്ഞാനം പകർന്നേകും. വചനം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. വചനമനുസരിച്ച് ജീവിക്കുക, വചനത്തിൽ വിശ്വസിക്കുക. സർവശക്തനായ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. വചനം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. ഓക്കെ, താങ്ക് യു, ബൈ.